യുവമാരെ മുന്നേ ഒന്ന് ഷൈൻ ചെയ്തിട്ട് വേറെ കാര്യം. ചുമ്മാ ഓരോന്ന് പേടിപ്പിക്കുക. അതുകൊണ്ട് തന്നെയാണ് നാട്ടുകാരെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല. CPM നേതാവ് ശശിയാണ് ആശാപ്രവർത്തകർക്കിടയിലേക്ക് കയറി വന്നത്. വീണ്ടും നിങ്ങളോ? അവര് അതിരൂക്ഷമായ ഭാഷയിൽ അദ്ദേഹത്തോട് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴാണ് ശരിക്കും ശശിയായത്. ഗോകുൽനാഥ് വിവരങ്ങൾ നൽകും. ഗോകുൽ, ഈ ആശമാർക്കിടയിൽ കയറി വന്ന് അവരെ കാര്യകാരണങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു അദ്ദേഹം. അതല്ല ഉദ്ദേശം. ആശാപ്രവർത്തകരുടെ തിരിച്ചുള്ള പ്രതികരണം കേട്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. എന്താണ് ഉണ്ടായത്? അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. CPM നേതാവ്, അതായത് മുതിർന്ന CPM നേതാവാണ് കടന്നു വരികയും ഈ ആശാപ്രവർത്തകരോട് തർക്കത്തിൽ ഏർപ്പെടുകയുമായിരുന്നു. ആശാപ്രവർത്തകരുടെ ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? പലപ്പോഴായിട്ട് ഓടിയിട്ടുള്ളല്ലേ, പിന്നെന്താ? ചുറ്റും വടിവാളായിട്ട് നിൽക്കുമ്പോ ഓടാൻ ഗ്യാപ്പ് വേണ്ടേ? ആശാപ്രവർത്തകർ അതിനൊക്കെ തൽക്ഷണം തന്നെ മറുപടികൾ നൽകിയിട്ടുണ്ട്. അത്തരത്തിലല്ല. രാജമ്മ അപ്പറഞ്ഞത് ശരിയായില്ല. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ഞാൻ പോകുന്നു. ബൈ.